ഞങ്ങളെ കുടുംബം ഇതായുള്ളൂ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അവളവരെ വളർത്തി എന്നെ 2 മക്കളെ, 2 സ്ഥിതി ഇതായി. എന്റെ 2 പൊടി മൂത്തന്റെ മക്കളെ നോക്കണം അവളാണ്. അവളെ നോക്കി അവള് ആ പിള്ളേര് ഇല്ലെങ്കിൽ അവള് ജീവിക്കൂല. അങ്ങനെ ഇരുന്ന അവളിങ്ങനെ ചെയ്യുവോ? ഒരിക്കലും ഞമ്മള് ചെയ്യൂല. എന്റെ മക്കള് വാവേ. ഈ മാതാപിതാക്കളോട് ദൈവം എന്തിനെ ഇത്രമാത്രം ക്രൂരത കാണിച്ചതെന്ന് ആരും ചോദിച്ചു പോകും. ശശിധരനും രമാകുമാരിയും അത്രയും പാവങ്ങളല്ലേ? 2 പെൺമക്കളുള്ളതിൽ മൂത്തയാളെ ഭർത്താവ് ഉപേക്ഷിച്ചുപോയി. അതിൽ 2 കുട്ടികളുമുണ്ട്. പിന്നെ ആകെ പ്രതീക്ഷ ഇളയ മകളായ അപർണയിലായിരുന്നു. ഈ കുട്ടിയാണ് തുച്ഛമായ വരുമാനം കൊണ്ട് വീട് പുലർത്തിയിരുന്നത്. രോഗിയായ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും അപർണ ഒരു ആശ്രയം തന്നെയായിരുന്നു. പക്ഷേ എല്ലാം ഞൊടി നേരം കൊണ്ട് അവസാനിപ്പിച്ചു. അപർണ എന്ന മിടുക്കിക്കുട്ടി ആത്മഹത്യ ചെയ്തു, ഭർത്താവായ അക്ഷയുടെ വീട്ടിൽ വെച്ച്. കല്യാണം കഴിഞ്ഞ് വെറും 1 വർഷത്തിനുള്ളിൽ തന്നെ അപർണ ജീവിതം അവസാനിപ്പിച്ചു. ഭർത്താവിനെ വീഡിയോ കോളിൽ ലൈവായി കാണിച്ചുകൊണ്ടാണ് അപർണ കഴുത്തിൽ കുരുക്കിട്ടത്. 1 വർഷത്തിനുള്ളിൽ അക്ഷയുടെയും അപർണയുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഭർത്താവ് എന്തുകൊണ്ട് ഭാര്യയെ മരണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല? അവൾ എന്തിന് ഈ കടുംകൈ ചെയ്തു? ഞങ്ങൾ അവളെ കൊണ്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. എനിക്ക് 2 പെൺമക്കള്. അവൾക്ക് തുച്ഛായ പൈസ കിട്ടിയാണ് മൂത്തവളെ അയച്ച്. അവൻ അന്വേഷിക്കുന്നില്ല. മൂത്ത മോളെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് 2 പെൺമക്കള്. മൂത്തന് 3.5 വയസ്സുമായി, ഇളയന് 2.5 വയസ്സുമായി. അവൻ പോയിട്ട് അവൻ ഇതുവരെ ഒരു 5 പൈസ വരെ അന്വേഷിക്കുന്നത്. അങ്ങനെ എവിടെ പോയി? അവൻ പേശിയിലാണ്. ഇല്ല നോക്കണില്ല. അങ്ങനെ ഇളയവളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം ആയുള്ളൂ. ഇപ്പൊ അപ്പോഴെന്തൊന്നും സംഭവിച്ചെന്നോ ഒന്നും ഇപ്പൊ അറിയൂടാ. അവന്റെ വീഡിയോ കോൾ വന്നതിന് ശേഷമാണ് എന്റെ മക്കള് റൂമിൽ കയറിയെന്ന് പറയുന്നത്. അപ്പോഴവളെ അവര് ഒത്തു പഠിച്ചവരാണ്. മലക്കയിൽ വെച്ച് ഒത്തു പഠിച്ച. അങ്ങനെ അവൻ വെളിയിൽ പോകണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ചോദിച്ച്. അപ്പൊ എവക്ക് എവിടെ ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞു തന്ന്. അങ്ങനെ ഇവിടെ അപ്പോൾ ചേട്ടനോട് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. അപ്പം അവൻ പറഞ്ഞു അവൻ വെളിയിൽ പോവാണ്. 2 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് വന്ന്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. കല്യാണമായിട്ട് നടത്തിയില്ല. പിന്നെ ഇവിടെ വെച്ച് താലി കെട്ടിയാണ് രാത്രി കൊണ്ടുപോയത്. അപ്പോഴും കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അവ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത്ര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിച്ചു കൊടുത്തില്ല അവൻ കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ ചത്ത് കളയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവന് സംശയ രോഗമാണ്. അവൻ സംശയം അതല്ലെങ്കിൽ ഇത് ചെയ്തല്ലെങ്കിൽ ഇങ്ങനെ വരൂലല്ല. അങ്ങനെ പറയുമായിരിക്കും. അല്ലെങ്കിൽ ഇതൊന്നും എന്റെ മക്കൾ ഇവിടെ പറഞ്ഞിട്ടില്ല, ഞങ്ങളിവിടെ ആരുടെയും പറഞ്ഞില്ല. എങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയാമായിരുന്നു എങ്കിൽ നമ്മൾ ഇനി വിളിച്ച് വരുത്തി തന്നെ. അതാ ഒരു സംശയമുള്ളത്. അവൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ എവള് ഇങ്ങനെ തൂങ്ങിയെന്ന് പറയാണ്. അപ്പൊ ആ അവന് പറഞ്ഞുകൂടി അവന്റെ സഹോദരി അച്ഛനും അമ്മ അവിടെ ഇല്ല എന്ന് പറയാണ്. എടി ഇന്നതുപോലെ അവള് ഇത് ചെയ്യാൻ പോവുകയാണ്, നീ കഥ തൊട്ടെന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്റെ മക്കൾ ഇത് ചെയ്യുവോ? എന്റെ മക്കൾ ഒരിക്കലും ചെയ്യൂലെന്ന് വെച്ചാൽ ഞങ്ങളെ കാര്യം നോക്കണം. അവളെ ചെലവിലും ഞങ്ങള് കഴിയണത്. അവളെ മക്കളെ 2 കാര്യം അവളെ മക്കളെ പോലെയാണ് അവള് വളർത്തുന്നത്. അങ്ങനെ ഇവനിപ്പോ ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് അവന് വേറെ പെണ്ണുണ്ട്, അതുകൊണ്ട് ഇവളെ വേണ്ട എന്നുള്ളതാണ്. അപ്പോഴങ്ങനെ ചെയ്തതാണോ വാശിക്ക് ചെയ്തതാണെന്നോ ഒന്നും നമുക്കറിയില്ല. അത് സ്നേഹിച്ച് പറഞ്ഞു. 2 വർഷം അന്തരം 10 പഠിക്കുമ്പോഴേ അന്തരം ഉള്ളത്. +2 പിന്നെ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞു. പിന്നെയാണ് അച്ഛൻ്റെ പറഞ്ഞത് അച്ഛൻ അവൻ ഇങ്ങനെ പെൺതുടർന്ന് അവന് വേണം, അല്ലെങ്കിൽ അവൻ ചത്ത് കളയുമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് എനിക്ക് അച്ഛന് സമ്മതമാണെങ്കിൽ നടത്തി കൊടുക്കണമെന്ന് അങ്ങനെയാണ് പറഞ്ഞ് 2 വർഷം കഴിഞ്ഞ് നടത്തി കൊടുക്കാൻ പറഞ്ഞ് ഇരുന്നത്. ഉണ്ടെന്നാണ് പറയണത്. അവന് വേറെ ഒരുത്തിയുണ്ട്. ഇവളോട് പോവാൻ എന്താ പറഞ്ഞായിരിക്കും, അതായിരിക്കും ഇവള് ചെയ്തത്. അപ്പൊ അച്ഛൻ്റെ സ്ഥിതി ഇങ്ങനെ, മൂത്ത കുട്ടികൾ ഇങ്ങനെ. അപ്പൊ അവൾക്ക് നിലനിൽപ്പില്ല നിൽക്കാൻ. അപ്പൊ അവളിത് ചെയ്ത അവനെ സാധ്യതയുള്ളൂ. അല്ല ഞങ്ങളെ ഇതൊക്കെ കണ്ടുകൊണ്ട് അവൾ ഒരിക്കലും ഇത് ചെയ്യൂല. അതാണ് അത്രയ്ക്ക് നമുക്ക് സഹിക്കാൻ വയ്യാത്ത എന്തോ പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇവളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ട, നീ നിന്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കും.
അപ്പം നമ്മളെ സ്ഥിതി കണ്ടുകൊണ്ട് അച്ഛൻ ഇതും കൂടെ മൂത്തവളതും കൂടെ ഇത് അച്ഛൻ സഹിക്കുകയില്ലേ. അപ്പം ഞാനും കൂടെ ഇനി ചെന്ന് അച്ഛനൊരു ദുഃഖം ഉണ്ടാക്കിയില്ലല്ലോ എന്നും പറഞ്ഞായിരിക്കും നമ്മളിത് ചെയ്തത്. ഈ വീഡിയോ കൂടെ ചെല്ലുമ്പോഴേ വേണമെങ്കിൽ അവൻ പലരോടും പറയാമല്ലോ, പറയാത്തത് പക്ഷെ ഇവള് മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത് അങ്ങനെ അവനെ സാധ്യതയുള്ളൂ, അങ്ങനെ അല്ലാതെ വേറെ ഒരു ഇതും അല്ല. അപ്പോൾ ഈ നാത്തൂന് പെണ്ണിൻ്റെ എൻ്റെ മോള് ചോദിച്ചു ഇവിടെ വന്നപ്പോൾ, നിനക്ക് ഇതെന്തെങ്കിലും പണ്ടും അറിയാമായിരുന്നോ എന്ന് കേട്ട്, അറിയാമെങ്കിൽ നീ പറയാം. പറഞ്ഞ് ചേച്ചി, അപ്പു ചേച്ചി വെളുക്കുന്നത് ദൂരെ ഉറങ്ങൂല, കരഞ്ഞാൽ കിടക്കണേന്ന് ഈ നാത്തൂൻ പെണ്ണ് പറഞ്ഞതായി പറയണ്, മൂത്ത മോളോടെ പറയണ്. ഇത് അതിനുശേഷം ഈ മരണം അറിഞ്ഞിട്ട് അവൻ മരുമോൻ വിളിച്ചായിരുന്നോ അമ്മേ? ഇല്ല, ഞങ്ങളെ വിളിച്ചിട്ട് ആദ്യം തൊട്ട് നമ്മളായിട്ട് സംസാരിക്കൂല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവള് മക്കളോടെയാണ് സംസാരിക്കുന്നത്. ആ മരുമോനായിട്ട് എൻ്റെ കൂടെ ഇവിടെ ഉള്ളപ്പം സംസാരിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ വെളിയിൽ പോയതിന് ശേഷം ഒന്നും ഞങ്ങളോട് സംസാരിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇനി അവന് കേസ് കൊടുത്തിട്ടുണ്ടോ അവനെതിരെ? അവൻ കേസ് കൊടുത്ത്. ഒരിക്കലും ക്ഷമിക്കാനൊക്കെ ഇല്ല, അവൻ്റെ കൂടെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റൂല. എൻ്റെ പൊന്നൂത്തെ എൻ്റെ മക്കൾ, ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു, കിട്ടിയതാണ് രണ്ടുപേരെ. എനിക്ക് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞാണ് മൂത്തവളെ കിട്ടിയത്. അങ്ങനെ അവളെ കിട്ടിയതിന് ശേഷമാണ് ഈ അവളെ. അങ്ങനെ രണ്ടുപേരെയും ഞാൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഒന്നും പറയില്ല. അങ്ങനെയാണ് വളർത്തിയത് രണ്ടിനെ. ഞങ്ങൾക്ക് ഇനി ഒരു നീതി കിട്ടണം എൻ്റെ മക്കള് ഇത്രയും ചെയ്തതിന്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയാൻ എൻ്റെ മൂത്ത മോളും 2 കുട്ടിയും ഈ ചേട്ടനും ഞാനും മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിൽ ഇവിടെ ദഹനം നടന്നുകൊണ്ട് ആ കുഴി ഉണ്ടല്ല, പ്ലാസ്റ്റിക് ഇട്ടേക്കണല്ലേ അവിടെ ദഹിപ്പിച്ചോ അല്ലേ? ദഹിക്കാൻ 25 വയസ്സായല്ലേ, ഇനിയിപ്പം ദഹിപ്പിക്കാൻ കൊണ്ടിട്ടാ ശരിയാവൂലല്ലോ. എല്ലാം സഹിച്ചാച്ചൻ ജീവിക്കും അല്ലയോ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ മനഃപൂർവ്വം കൊന്നതാണ് കേട്ടോ. മാനസിക പീഡനം അത് തന്നെ, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. ഈ ഒരു വകൻ നമ്മുടെ അടുത്ത് പറയില്ല, പിന്നെ എന്തെങ്കിലും ചോദിച്ചാലും പറയില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കുന്ന അവളല്ലയോ? അതിലൊരു വിഹിതം എനിക്ക് തരും അത്രയേ ഉള്ളൂ. അല്ല 10 രൂപയില് വിഹിതം തരാനുള്ള മനസ്സുണ്ടല്ലോ. എന്ത് തരാം, എനിക്കിപ്പോ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് തരണം ഒക്കെ അവളാ. എന്തായിരിക്കും സംഭവിച്ചു പെട്ടെന്ന് ഈ മോക്ക് എന്തായിരിക്കും അവള് ചിന്തിച്ച് മരിച്ചു കൈയോടെ തരണതായിരിക്കും? അത് അവർ തമ്മിൽ പറഞ്ഞതറിഞ്ഞാൽ അത് നമുക്കെന്ത് പറയാൻ പറ്റും. ഒരു പെണ്ണ് അവനുമായിട്ട് ഇഷ്ടത്തിലാണെന്നും പിന്നെ ആ പെണ്ണ് അവിടെ വന്നിരുന്നെന്നും മഴക്കായെന്നും ഒക്കെ ഇങ്ങനെ ഇപ്പോഴുള്ള അറിവാണ് നമുക്ക് കിട്ടിയ. അതും അവൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇനി മൂത്ത പെണ്ണിൻ്റെതായിട്ട് പറഞ്ഞിട്ടുള്ള അവളുടെ അടുത്തും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. എൻ്റെ അഭിപ്രായത്തിൽ എവിടെ മാനസികമായിട്ട് ഇങ്ങനെ വന്ന് ചിലപ്പോൾ ലാസ്റ്റ് സമയം പിന്നെ ഇങ്ങനെ ഈ ടെലിഫോൺ വഴി ബന്ധപ്പെട്ടുകൊണ്ട് നിന്നപ്പോഴേ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, വേണ്ടെന്ന് പറയേ, വീട്ടിൽ പോകണ്ടെന്ന് പറയേ, എന്തോ ചെയ്യായിരിക്കും. ഇങ്ങോട്ട് വരാനൊക്കെ ഉള്ള ഒരുക്കത്തിൽ നിൽക്കുകയല്ലേ. ആ ഒരു വേദനയിൽ ചിലപ്പോൾ ഇതൊക്കെ ചെയ്തായിരിക്കും. പക്ഷേ പിന്നെ യവന് ഈ തൂങ്ങിയതിനു ശേഷം 1.5-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെണ്ണറിയണത്. പെങ്ങളറിയണം. ഈ പുറത്ത് നിൽക്കുകയാണ്, അവളിത് അറിയണില്ല. സാധാരണ ഈ പണിക്കൊക്കെ ഇതിന് പെയ്റ്റ് വന്നാൽ കയറി കിടക്കുമെന്നാണ് അവൾ പറയണത്. കുറേ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. ഇവളും വെളിയിലൊക്കെ മൊബൈലിൽ കളിച്ചോണ്ടായിട്ട് ഇവളിരുന്നു. പിന്നീട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുകയെന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞു. ഇവള് തട്ടിയിട്ടൊന്നും വിളിച്ചിട്ടൊന്നും പറഞ്ഞോട്ട് അങ്ങനെ തന്ത വിളിച്ചു. ഈ പെണ്ണിൻ്റെ തന്ത. അവർ തള്ളയും കൂടെ എവിടെ പോയിരുന്നു. അവർ വെപ്രാളപ്പെട്ട് കൂടെ വന്നൊക്കെ അടിച്ച് പൊളിച്ച് കയറുമ്പോഴാണ് ഈ മുട്ടുകാലിലാണ് നിൽക്കുന്നത്. മുട്ടിങ്ങനെ തറയിൽ ഊന്നിയാണ് നിൽക്കുന്നത്. അത് ഇങ്ങനെ ഈ ഷാള് വലിഞ്ഞ് മുട്ട് താന്നതായിരിക്കാം. ശരിക്കും 2 പെൺമക്കളുടെ ജീവിതം ഇങ്ങനെ ആയി. രണ്ടുപേരെ അങ്ങനെ ആയി. അപ്പം കൂടെ കുറേ കടം വരുത്തി കുറച്ച് റബ്ബർ ഇടുന്നതിനെ വിറ്റ് മൂത്തവള റബ്ബറും അതും ഇതും എല്ലാം കൊടുത്ത് പറക്കി കുറേ കടവും. രണ്ടാമത്തെ ഇങ്ങനെ എൻ്റെ അനിയത്തിയുടെ കാര്യം വലിയ കഷ്ടം ദുരിതത്തിലും. അച്ഛനും അമ്മയുടെ ജീവിതം തന്നെ വല്ലാത്ത ദുരന്തമായി, വലിയ ദുരിതമായി, വലിയ ഇതായിട്ട്. അവളെ ഒരു കൊണ്ടാണ് ഒരു പ്രതീക്ഷ കഴിഞ്ഞത്. ജോലി ചെയ്ത് പൈസ കൊടുക്കും, ആ പൈസ കൊണ്ടാണ് കുട്ടികളെ നോക്കും, അച്ഛന് മരുന്ന് വാങ്ങിക്കും, എന്നിട്ട് ചെറിയ ലോണൊക്കെ ഉണ്ട്, അത് അടയ്ക്കും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതെല്ലാം ഞാൻ തീർത്ത് കുട്ടിച്ചോറാക്കി 1 വർഷം കൊണ്ട്. അത്രയും അവൻ ചെയ്തു. പിന്നെ ഇപ്പോഴാണ് അറിയണത് അവന് വേറെ ഒരു ബന്ധമുണ്ട്, വേറെ ഒരു ബന്ധമുണ്ട്, ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയല്ല, കല്യാണം കഴിക്കാനുള്ള കുട്ടി. ആ കൊച്ചിങ്ങനുണ്ട്. അത് നിരന്തരം ഇവനെ വിളിച്ച് ശല്യം ചെയ്യുകയും കരച്ചിലും വിളി. അപ്പോൾ ഇവൾ ചോദിച്ച് അവൾ കണ്ടെന്നു. അപ്പോൾ ഇതെങ്ങനെയാണ്, യാതാണ്, നിനക്ക് ഇത് ഇഷ്ടമാണ്? അപ്പം പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്.
അപ്പോൾ എനിക്കിഷ്ടമാണ്. പിന്നെ മുന്നോട്ട് ഇത് പോവോ കളയുമോ? ഇല്ല, കളയില്ല. അവനും അവളെയും കൂടെ എനിക്ക് സ്വീകരിച്ചേ പറ്റൂ. പറഞ്ഞു സ്വീകരിച്ചേ പറ്റൂ, എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ ശരി, വേണോ? എന്നാ ശരി, നീ അവളെ കൂടെ പൊയ്ക്കോ എന്ന് പറഞ്ഞാണ് ഇത് ചെയ്തെന്ന് പറയണം. ഡയറിയിൽ അവൻ പറയണം. അപ്പൊ പിന്നെ സഹിക്കുമോ? അങ്ങനെയാണ് ഇവള് കെയർ ചെയ്തത്. പോവായിരുന്നു. പക്ഷെ അങ്ങനെ ഇവർക്ക് ഇഷ്ടമില്ല. ഇങ്ങനത്തെ കുട്ടിയല്ല. അവള് നല്ല കുട്ടിയാണ്. പഠിച്ച് ഇത്തിരി വിവരവും ബുദ്ധിയൊക്കെ കൊള്ളണം. നമ്മളെ പോലെയൊന്നും അല്ല. ആയിരിക്കും, പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. ആ പയ്യന് ഇഷ്ടമുണ്ട്. അവള് പറഞ്ഞു, സത്യം ചെയ്ത് അവൾക്ക് ഇഷ്ടമല്ല. ഇവ നമ്മളിവിടെ പഠിച്ചതെങ്കിൽ എല്ലാം അച്ഛൻ്റെ പറഞ്ഞു, അച്ഛാ ഇതുപോലെയാണ് കാര്യം, അവനെ ഇഷ്ടമുണ്ട്, എനിക്കിഷ്ടമില്ല. ഒടുക്കം 1 വർഷം കഴിഞ്ഞ് ഞാൻ പേർച്ച് വഹിച്ച് വന്നിട്ട് വീണ്ടും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് അതിന് സമയമാവട്ടെ, 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം ചെയ്യാം എന്ന് പറഞ്ഞു. തന്നിട്ട് 1 വർഷത്തിനകത്ത് വീണ്ടും വന്ന് കൊണ്ടുപോയിട്ടാണ് ഈ കുട്ടിയെ 1 വർഷത്തിനകത്ത് അവൻ കൊന്നത്. അതേപോലെ തിരിച്ചു തന്നു. വാവച്ച് തൂങ്ങിയെന്നും പറഞ്ഞ് വിളിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ 5-6 പേരോടി അവിടെ പോയപ്പോഴത്തേക്ക് കൊച്ചിങ്ങനെ തൂങ്ങി മുട്ടുകുത്തി നിൽക്കണ്. ഫോൺ വിളിച്ച് വീഡിയോ കോൾ ചെയ്തതായിരിക്കണം. ഫോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അത് അവനെ വിളിച്ചാണ് വീഡിയോ കോൾ വിളിച്ചാണ് അവൾ അകത്ത് കയറി പോയെന്ന് അവൻ്റെ സഹോദരി പറയും. ഫോൺ ഇങ്ങനെ ചാരി വെച്ചേക്കണം. കയറിപ്പോയി. അപ്പം അവന് ഒരു രക്ഷിക്കാമായിരുന്നു. കാരണം അത് കട്ട് ചെയ്തിട്ട് അവൻ്റെ സഹോദരിയെങ്കിലും അവനെ വിളിക്കാമായിരുന്നു, ആരെങ്കിലും അറിയിക്കാമായിരുന്നു. അതുപോലും അവൻ പിന്നീടൊരു മെസ്സേജ്, ഒരു കോള അവൻ ചെയ്തിട്ടുമില്ല. മണിക്കൂറുകൾ കഴിഞ്ഞാണ് കൊച്ചിറങ്ങി വരാത്തതുകൊണ്ടാണ് മറ്റേ കൊച്ച് അവിടെ നിന്ന് വിളിച്ച് അച്ഛനെ അമ്മയൊക്കെ വിളിച്ച് കതവ് ചവിട്ടി തുറന്ന് നോക്കിയപ്പോൾ കൊച്ച് തൂങ്ങിയിരിക്കുന്ന നിലയിൽ കണ്ടത്. അപ്പോൾ അതിൽ നമുക്കത് അവൻ്റെ ശല്യം കൊണ്ടാണ് ഇങ്ങനെ സംശയരോഗവും ഇത് വെച്ച് ശല്യം കൊണ്ടാണ് കൊച്ച് മരിച്ചത്. അപ്പോൾ അത് നമുക്ക് നിയമപരമായിട്ട് അത് പോയേ പറ്റുള്ളൂ. അവിടെ പോയി കണ്ടവർ പറയുന്നതും അവള് തൂങ്ങി നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ മൊബൈൽ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് മരിക്കണത് വരെ എന്തായാലും അവൾ അത് കണ്ടിട്ടുണ്ട്. ആ കണ്ട സമയത്തെങ്കിലും അവിടെ പുറത്തുള്ള നാത്തൂനെ ആരെങ്കിലും വിളിച്ച് പറയാറുണ്ടെങ്കിൽ അവൾക്ക് ഈ ഗതി വരത്തില്ല. അവള് നല്ല ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ്. എന്തായാലും അവളിത് സ്വയമേ ചെയ്യത്തില്ല. ഒരർത്ഥത്തിൽ അവള് മരിച്ചതല്ല, അവൻ കൊന്നതാണ്. അല്ലാതെ അവൾക്ക് സൂയിസൈഡ് ചെയ്യണമെന്നുള്ള യാതൊരു ടെൻഡൻസി ഇല്ല. കാരണം അവൾക്ക് നല്ലൊരു ജോലി കിട്ടി, അച്ഛനും അമ്മയും എന്നെ എന്റെ പിള്ളേരെയും ഞാൻ പ്രസവിച്ചെങ്കിലും അവളാണ് എന്റെ മക്കളെ നോക്കുന്നത്. എന്റെ മക്കൾക്ക് പോലും അവളെയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യൂല. അവൻ എന്തോ പറഞ്ഞതിന്റെ പേര് അവ അത്രയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കാണും അവളെടുത്ത്. അല്ലെങ്കിൽ ഇത്രയും ഭർത്താവാ അവളങ്ങനെ ഒന്നും ചെയ്യൂല.